കാസർഗോഡ് ജില്ലയിൽ പോലീസ് ഹവാല പൊട്ടിക്കൽ നടത്തുന്നുവെന്ന് എന്നെ നെല്ലിക്കുന്നം എൽ എ 24നോട് പറഞ്ഞു. പിടിക്കുന്ന ഹവാല പണം പൂർണ്ണമായും കണക്കുകളിൽ കാണുന്നില്ല. പരാതിയുമായി നാളെ മുഖ്യമന്ത്രി കാണുമെന്നും എന്നെ നെല്ലിക്കുന്നം എൽ എ അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാസർഗോഡ് ജില്ലയിലെ പോലീസുകാർക്കെതിരെ ഇന്ന് ഗുരുതരമായൊരു ആരോപണം വന്നിരിക്കുകയാണ്. ഹവാല ഇടപാടുമായി പിടികൂടുന്ന ആളുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണം അത് പകുതിയിലേറെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ പോലീസുകാർ അത് കണക്കിൽ കാണിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് എന്നെ നെല്ലിക്കുന്നം എൽ എ ഉന്നയിച്ചിരിക്കുന്നത്. ഓസ്തൂർഗ് പോലീസ് സ്റ്റേഷനിൽ മാത്രം CRPC 102 പ്രകാരം 2020 മുതൽ 2023 വരെ 26 ക്രൈമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്രൈം ആ FIRൽ പറഞ്ഞിട്ടുള്ളത് 4,68,000 രൂപ പിടിച്ചെടുത്തു എന്നാണ്. പ്രതിയായിട്ടുള്ള ആൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് 7 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്നാണ്. ബാക്കിയുള്ള 2,32,000 എവിടെ പോയി? കാസർഗോഡ് ജില്ലയിൽ 17 പോലീസ് സ്റ്റേഷനുകളുണ്ട്. ബാക്കി 16 പോലീസ് സ്റ്റേഷനുകളിലും പരിധിയിൽ ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള പണം പിടിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഓസ്തൂർ പോലീസ് സ്റ്റേഷനിൽ 26 എണ്ണത്തിൽ ഈ ഒരു എണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ ക്രമക്കേട് ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്. ബാക്കി 25 എണ്ണവും അന്വേഷണത്തിന് വിധേയമാക്കണം. ഈ പ്രതിയായ ആള് പരാതി ഉന്നയിച്ചിരുന്നില്ലേ? പ്രതിയായ ആൾ ഇന്നലെ വന്ന അയാൾ എനിക്കൊരു പരാതി തന്നിട്ടുണ്ട്. ഇതാ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാ തെളിവുകളും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ 7 ലക്ഷം രൂപ ലീഗലായിട്ടുള്ള പണമാണ്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എല്ലാ പരാതികളുടെയും കോപ്പി അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഈ കാസർഗോഡ് സ്വദേശിയായ ആ യുവാവ് നൽകിയ പരാതി എന്നെ നെല്ലിക്കുന്ന നാളെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.